അടിമുടി മാറ്റം പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് CPIM ആവർത്തിച്ച് പറയുന്ന മാറ്റം എന്താണ്? സെപ്റ്റംബറിൽ ചേരുന്ന CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട നേതൃത്വ മാറ്റമല്ലെന്ന് വ്യക്തമാക്കുകയാണ് നേതൃത്വം. സംഘടനാപരമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വിശദീകരണം. അതിൽ നിങ്ങളൊരു സ്വപ്നമാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ കുറേ കാലമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഭയങ്കരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ മാറുന്നതോ ഒരാൾ കൂട്ടുചേരുന്നതോ ഒന്നുമല്ല. എല്ലാ തലത്തിൽ നിന്നുമുള്ള എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും എങ്ങനെയൊക്കെ മാറണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അതിൻ്റെ തുടർച്ചയിൽ കർമ്മ പദ്ധതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി മാറുമെന്നും സെക്രട്ടേറിയറ്റിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നും കരുതുന്ന പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഏറെ. കീഴ്ഘടകങ്ങളിൽ നിന്നുയരുന്ന വിമർശനങ്ങളും അഭിപ്രായങ്ങളും അങ്ങനെയായിരുന്നു. അവരോടാണ് നേതൃമാറ്റമല്ല സെപ്റ്റംബറിലെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം, പൊതുസമൂഹമായുള്ള ബന്ധം, പുതിയ തലമുറയിലേക്കുള്ള ഇടപെടൽ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രചാരണം തുടങ്ങിയ കാര്യങ്ങളിലെ തിരുത്തലാണ് സെപ്റ്റംബറിലെ വിശാല യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേതാക്കളുടെ ശൈലിമാറ്റം, ജനങ്ങളോടുള്ള പെരുമാറ്റം, ഇടതുനയങ്ങളിൽ ഉറച്ചു നിന്നുള്ള നിലപാടെടുക്കൽ എന്നിവയാണ് അജണ്ട. അതെങ്ങനെ വേണമെന്നതാണ് 3 ദിവസം ചേരുന്ന യോഗം തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതാക്കൾക്ക് വ്യക്തിപരമായ വീഴ്ചയുണ്ടെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനത്തെയും സംസ്ഥാന ഘടകം തള്ളുകയാണ്. അതുവഴി നേതാക്കളിലേക്ക് വിമർശനം ഉയരുന്നത് ഒഴിവാക്കാനാണ് ശ്രമം. മേൽഘടകം മുതൽ താഴെത്തട്ട് വരെ സമഗ്രമായി പരിശോധിച്ചാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. തോൽവിക്കും പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് അണികളെയും അംഗങ്ങളെയും ബോധ്യപ്പെടുത്തലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ലക്ഷ്യം. ഈ അവലോകന റിപ്പോർട്ട് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഘടകങ്ങളിൽ വരെ അവതരിപ്പിക്കും. അതിനുശേഷമാണ് കോഴിക്കോട് യോഗം ചേർന്ന് പാർട്ടി തിരുത്തലിന്റെ കർമ്മപദ്ധതി തയ്യാറാക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.